അങ്ങനെ ആവേശക്കടലായി UDF ക്യാമ്പ്. ഇപ്പോൾ KPCC ഓഫീസിൽ നിന്ന് അവിടെ ഒരുവിധം എല്ലാ നേതാക്കളുമുണ്ട്. നമുക്കിവിടെ ഓഫീസിൻ്റെ ഏറ്റവും അടുത്ത മുൻപിലാണ് KPCC ഓഫീസുള്ളത്. അവിടെ നിന്ന് വളരെ ആഘോഷം. ഓരോ UDF നേതാക്കളുടെ ഈ ലീഡ് നില ഉയർത്തുമ്പോഴൊക്കെ തന്നെ വലിയ പാട്ടും ബഹളവുമാണ്. ഇപ്പോൾ അവിടെ സ്വർണം കട്ടതാരപ്പ സഖാക്കളാണ് അയ്യപ്പ എന്നുള്ള പാട്ട് ഉറക്കെ അവിടെ വെച്ചുകൊണ്ട് അവിടെ ആഘോഷിക്കുന്ന UDF നേതാക്കളെയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഏതായാലും പറയുന്നുണ്ട്, നേതാക്കളടക്കം പറയുന്നുണ്ട്, പായസം വിതരണം ചെയ്യാനായിട്ട് അവിടെ പായസം തയ്യാറാണ്. പക്ഷെ പായസമല്ല, ബിരിയാണിയാണ് കൊടുക്കാൻ പോകുന്നതെന്ന്. ഓരോ മണിക്കൂറും വോട്ടെണ്ണലിലെ പിന്നിടുമ്പോഴൊക്കെ തന്നെ മുന്നിൽ തന്നെ നിൽക്കുന്ന UDFനെയാണ് കാണാനായിട്ട് സാധിക്കുന്നത്. വളരെ വലിയൊരു UDF തരംഗം ഇത്തവണ കേരളത്തിൽ റിസൾട്ട് കഴിഞ്ഞ് വൈകുന്നേരമാകത്തോടുകൂടി ഒരു സുനാമി തന്നെ, UDF സുനാമി തന്നെ കേരളത്തിൽ ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ്. അത്തരത്തിലുള്ള ഒരു ജനവികാരം തന്നെയാണ് വോട്ടായി ഇത്തവണ ബാലറ്റിൽ ജനങ്ങൾ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഓരോ നിമിഷവും ചങ്കിടിപ്പിൻ്റെ നിമിഷങ്ങളാണ് LDF ക്യാമ്പിലുള്ളത്. LDFനെ സംബന്ധിച്ച് തുടക്കം മുതൽ തന്നെ ഏറ്റവും പിറകിലാണ് പോകുന്നത്. ഏറ്റവും ഒടുവിൽ നമ്മളെല്ലാവരും ഞെട്ടിയത് മുഖ്യമന്ത്രി പിണറായി വിജയൻ പോലും അദ്ദേഹത്തിൻ്റെ മണ്ഡലമായ ധർമ്മടത്ത് പിന്നിലെത്തി എന്നുള്ളതാണ് ഏറ്റവും ഒടുവിലായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഏതായാലും അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിൽ പോലും പിന്നിൽ പോകുന്ന ഒരവസ്ഥ. മാത്രമല്ല, മന്ത്രിമാരടക്കം പല മന്ത്രിമാരും ഇപ്പോൾ ചിഞ്ചുറാണി അടക്കം മത്സരിച്ചിട്ടുള്ള ചടയമംഗലത്തിൽ നിന്ന് വരുന്ന വാർത്തകളടക്കം പിന്നിലാണ് എന്നുള്ളത് തന്നെയാണ്. P. രാജീവ് പിന്നിലാണ്. ഏറ്റവും ഒരു CPM കോട്ട തന്നെ ഇത്തവണ ഉടയുന്ന ഒരു കാഴ്ച കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. കാട്ടാക്കട UDF മുന്നിലാണ്, 1100 സംതിങ് വോട്ടിൻ്റെ മുന്നിലാണ് നിൽക്കുന്നത്. MR ബൈജു ആണ് അവിടെ അവിടുത്തെ സ്ഥാനാർത്ഥി. തരൂർ P. സുമോദ് മുന്നിലാണ്, LDFൻ്റെ സ്ഥാനാർത്ഥി. കുറ്റ്യാടിയിൽ UDF മുന്നിലാണ്. ഒപ്പം തന്നെ മറ്റുള്ള മണ്ഡലങ്ങളിൽ ഇരിങ്ങാലക്കുട തോമസ് ഉണ്ണിക്കാടൻ അദ്ദേഹം മുന്നിലാണ്. കൂടാതെ ഇപ്പോഴത്തെ ഒരു UDFൻ്റെ സീറ്റ് നില 88ഉം LDF 48 എന്നുള്ള നിലയിലാണ്. ആറന്മുളയിൽ 7479 വോട്ടുകൾക്കാണ് അബിൻ വർക്കി മുന്നിലെത്തിയിരിക്കുന്നത്. തുടക്കത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു വീണ ജോർജ് പുറകിൽ തന്നെയാണ് ഉള്ളതും. അതിപ്പോൾ ഭൂരിപക്ഷം അത് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യം ഒരു 1100 വോട്ടുകളുടെ ഭൂരിപക്ഷമായിരുന്നു. ഇപ്പോൾ ഈ ഒരു 2 മണിക്കൂർ പിന്നിടുന്ന ഈ ഒരു സമയത്ത് അബിൻ വർക്കിയുടെ ഭൂരിപക്ഷം എന്ന് പറയുന്നത് 7000, അതായത് ഏകദേശം ഒരു 10,000-നോട് അടുക്കുകയാണ്. അതും വോട്ടെണ്ണലിൻ്റെ കുറച്ച് ഒരു 2 മണിക്കൂർ പിന്നിടുമ്പോൾ വലിയൊരു ഭൂരിപക്ഷത്തിലാണ് അബിൻ വർക്കി ആറന്മുള മണ്ഡലത്തിൽ ലീഡ് ചെയ്ത് നിൽക്കുന്നത് എന്നുള്ളതാണ്. മട്ടന്നൂർ പേരാവൂരിലൊക്കെ LDF ആണ് ലീഡ് ചെയ്ത് നിൽക്കുന്നത്. നാദാപുരത്തും LDF ലീഡ് ചെയ്ത് നിൽക്കുന്നുണ്ട്. ഒപ്പം തന്നെ കോഴിക്കോടും LDF ലീഡ് ചെയ്ത് നിൽക്കുന്നുണ്ട്. മറ്റുള്ള മണ്ഡലങ്ങളിലെല്ലാം തന്നെ UDFൻ്റെ മാനന്തവാടി, ബത്തേരി, വയനാടുള്ള മണ്ഡലങ്ങളിലൊക്കെ തന്നെ ഒരു UDF പ്രഭാവമുണ്ട്. ഒപ്പം ഏറനാട്, നിലമ്പൂര്, വണ്ടൂര്, മഞ്ചേരി, പെരിന്തൽമണ്ണ, മങ്കട, മലപ്പുറം, വേങ്ങര, വള്ളിക്കുന്ന് ഈ മണ്ഡലങ്ങളെല്ലാം തന്നെ UDF വലിയ രീതിയിൽ മുന്നോട്ട് നിൽക്കുന്നുണ്ട്. തിരൂരങ്ങാടി, താനൂർ, തിരൂർ, കോട്ടയ്ക്കൽ, പൊന്നാനി, തൃത്താല, പട്ടാമ്പി, ഷൊർണൂർ മണ്ഡലങ്ങളിലും UDF മുന്നിൽ തന്നെ നിൽക്കുന്നുണ്ട്. കോങ്ങോട്, മണ്ണാർക്കാട് ഈ ഭാഗങ്ങളിലും UDF തന്നെയാണ് മുന്നിൽ നിൽക്കുന്നത്. ഒപ്പം തന്നെ കോഴിക്കോട് തോട്ടത്തിൽ രവീന്ദ്രൻ അദ്ദേഹം മുന്നിൽ നിൽക്കുന്നുണ്ട്. 330 സീറ്റുകൾക്കാണ് അവിടെ മുന്നിൽ നിൽക്കുന്നത്. ഒപ്പം തന്നെ എറണാകുളം TJ വിനോദ് 722 വോട്ടുകൾക്ക് UDF സ്ഥാനാർത്ഥിയാണ്, അദ്ദേഹം മുന്നിൽ നിൽക്കുന്നുണ്ട്. ഇനി LDF കുറച്ച് ലീഡ് ചെയ്ത് നിൽക്കുന്ന മണ്ഡലങ്ങൾ തരൂര്, ചിറ്റൂർ, നെന്മാറ, ആലത്തൂര്, ചേലക്കര, കുന്നംകുളം, ഗുരുവായൂർ, മണലൂർ, വടക്കാഞ്ചേരി, ഒല്ലൂർ. തൃശ്ശൂർ UDF ആണ് മുന്നിട്ട് നിൽക്കുന്നത്. തൃശ്ശൂർ ഒരുവിധം മറ്റുള്ള നിയോജക മണ്ഡലങ്ങളെല്ലാം തന്നെ LDF മുന്നിട്ട് നിൽക്കുന്നു. പക്ഷേ തൃശ്ശൂരിൽ ഇത്തവണ പത്മജ വേണുഗോപാലിനെയും പിന്നിലാക്കിക്കൊണ്ടാണ് UDF ഇത്തവണ മുന്നിൽ നിൽക്കുന്നത്. നാട്ടികയും കയ്പമംഗലും LDF മുന്നിൽ നിൽക്കുന്നുണ്ട്. ഇരിങ്ങാലക്കുട UDF ആണ് ഇപ്പോൾ ലീഡ് ചെയ്ത് നിൽക്കുന്നത്. മറ്റുള്ള പെരുമ്പാവൂർ, അങ്കമാലി, ആലുവ, കളമശ്ശേരി, പറവൂർ മണ്ഡലങ്ങളെല്ലാം തന്നെ UDF ആണ്. വൈപ്പിൽ LDF മുന്നിൽ നിൽക്കുന്നു. പുതുക്കാടും LDF മുന്നിൽ നിൽക്കുന്നുണ്ട്. കൊടുങ്ങല്ലൂരും LDF മുന്നിൽ നിൽക്കുന്നുണ്ട്. ഏതായാലും CPMൻ്റെ
കോട്ടകളൊക്കെ തന്നെ ഏറ്റവും പ്രഭാവമുള്ള കോട്ടകളൊക്കെ തന്നെ കടപുഴകി വീണു. അടപടലം തകർന്നു എന്ന് തന്നെ വേണം പറയാം. അതിനുള്ള ഏറ്റവും ഒരു ഉദാഹരണമാണ് മുഖ്യമന്ത്രി മത്സരിച്ചിട്ടുള്ള ധർമ്മട മണ്ഡലം അടക്കം വളരെ അദ്ദേഹം പിന്നിൽ പോകേണ്ട ഒരു അവസ്ഥ വന്നിരിക്കുന്നത് എന്ന് തന്നെ വേണം പറയാം. ഗുരുവായൂരും LDF തന്നെയാണ് മുൻപിൽ നിൽക്കുന്നത്. ഒപ്പം തന്നെ കാസർഗോഡ് ഇപ്പോൾ UDF മുന്നിൽ നിൽക്കുന്നുണ്ട്. പേരാമ്പ്രയിൽ മുന്നിൽ നിൽക്കുന്നുണ്ട്, UDF തന്നെയാണ് മുൻപിൽ നിൽക്കുന്നത്. പത്തനാപുരത്ത് ജ്യോതികുമാർ ചാമക്കാല മുൻപിലെത്തിയിട്ടുണ്ട്. തുടക്കത്തിൽ അവിടെ ഗണേഷ് കുമാറിന് അല്പം വോട്ടിന് മുന്നിൽ നിൽക്കുന്നുണ്ടായിരുന്നു. പിന്നീട് ജ്യോതികുമാർ ചാമക്കാലയാണ് മുന്നിൽ നിൽക്കുന്നുണ്ട്. ഇപ്പോൾ അവിടെ KB ഗണേഷ് കുമാർ പിന്നിലേക്ക് പോയിരിക്കുന്നു എന്നുള്ളതാണ് പുറത്തു വരുന്നത്. ചിറയൻകീഴ് രമ്യ ഹരിദാസ് മുന്നിലുണ്ട്. നെടുമങ്ങാട് GR അനിൽ മുൻപിലാണ്. തുടക്കം മുതൽ തന്നെ GR അനിൽ അവിടെ മുൻപിൽ തന്നെയാണെന്ന് വലിയൊരു ലീഡ് നില തന്നെയാണ് GR അനിൽ അവിടെ ഉയർത്തിയിട്ടുള്ളത്. ഏതായാലും മന്ത്രിമാരിൽ ഒരുപക്ഷെ ഒരു ഉറപ്പുള്ള സീറ്റ്, ജയിക്കുമെന്നൊരു ഉറപ്പുള്ള ഒരു സീറ്റ് ഒന്ന് GR അനിലിൻ്റെ തന്നെയാണ്. അദ്ദേഹം നെടുമങ്ങാട് മണ്ഡലത്തിൽ തുടക്കം മുതൽ തന്നെ നല്ലൊരു ലീഡ് നിലയാണ് ഉയർത്തുന്നത്. കഴക്കൂട്ടത്ത് V മുരളീധരൻ പിന്നിൽ പോയിട്ടുണ്ട്. വേങ്ങര KM ഷാജി മുന്നിലാണ്. കോന്നിയിലെ സതീഷ് കൊച്ചുപറമ്പിൽ UDF സ്ഥാനാർത്ഥി മുന്നിലാണ്. 6800 സംതിങ് വോട്ടുകൾക്കാണ് മുന്നിലുള്ളത്. വട്ടിയൂർക്കാവ് K മുരളീധരനും പിന്നിലേക്ക് പോയിട്ടുണ്ട്. തവനൂർ KT ജലീലും പിന്നിലേക്ക് പോയിട്ടുണ്ട്. അമ്പലപ്പുഴയിൽ G സുധാകരൻ തന്നെയാണ് മുൻപിൽ നിൽക്കുന്നത്. പത്തനാപുരത്തും ജ്യോതികുമാർ ചാമക്കാല മുൻപിലുണ്ട്. തിരുവനന്തപുരത്ത് സുധീർ കരമന പിന്നിലാണ്. അവിടെ CP ജോണാണ് മുൻപിൽ നിൽക്കുന്നത്. തൃത്താലയിൽ MP രാജേഷ് പിന്നിലേക്ക് പോയിരിക്കുന്നു. കൊണ്ടോട്ടിയിലും LDF പിന്നിലേക്ക് പോയിരിക്കുന്നു. തൃത്താല VT ബൽറാമാണ് അവിടെ മുന്നിൽ നിൽക്കുന്നത്. ശക്തമായിട്ടുള്ള മത്സരം നടന്നിട്ടുള്ള മണ്ഡലമാണ് തൃത്താല എന്ന് പറയുന്നത്. അവിടെയും LDF ആണ് പിന്നിലേക്ക് പോയിരിക്കുന്നു. അവിടെയും UDF ആണ്. ഒറ്റപ്പാലത്ത് PK ശശി പിന്നിലാണ്. നേമത്ത് V ശിവൻകുട്ടി പിന്നിലേക്ക് പോയിരിക്കുന്നു. ഒറ്റപ്പാലം മേജർ രവി പിന്നിലാണ്. ഗുരുവായൂർ NK അക്ബർ പിന്നിലാണ്. കോഴിക്കോട് ഫൈസൽ ബാബു മുന്നിലാണ്. കല്യാശ്ശേരി M വിജയൻ 9000 വോട്ടുകൾക്ക് മുന്നിൽ നിൽക്കുന്നു. പാലക്കാട് രമേശ് പിഷാരടി പിന്നിലാണ്. നേമത്ത് രാജീവ് ചന്ദ്രശേഖർ മുൻപിലേക്ക് വന്നിട്ടുണ്ട്. ഒപ്പം തന്നെ തമിഴ്നാട്ടിൽ നിന്നൊരു വാർത്ത തമിഴ്നാട്ടിലെ നോക്കുമ്പോൾ വളരെ ഒരു ഞെട്ടലുണ്ടാക്കുന്നതാണ്. കാരണം TVK നമുക്കറിയാം, തമിഴ്നാടൻ വിജയ് നയിക്കുന്ന TVK 100 സീറ്റുകളിലാണ് ഇപ്പോൾ മുൻപിൽ നിൽക്കുന്നത്. സ്റ്റാലിൻ ഇപ്പോൾ വെറും 55 സീറ്റുകളിൽ പുറകിലേക്ക് പോയിരിക്കുന്നു എന്നുള്ള വളരെ ഒരു കണക്ക് കൂടെ ഈ സമയത്ത് പുറത്തു വരുന്നുണ്ട്. ഏതായാലും മന്ത്രിമാരൊക്കെ തന്നെ കൂട്ടത്തോടെ പിന്നിലാണ് എന്നുള്ള കാഴ്ചയാണ് കേരളത്തിൽ കാണാനായിട്ട് സാധിക്കുന്നത്. പല സിറ്റിംഗ് കോട്ടകളും തകർന്നടിയുന്ന കാഴ്ച കാണാൻ സാധിക്കുന്നുണ്ട്. KPCCയിലാണെങ്കിൽ ആഘോഷം തുടങ്ങി കഴിഞ്ഞു. എല്ലാ നേതാക്കളും ആവേശത്തിലാണ്. മൂവാറ്റുപുഴയിലും മാത്യു കുഴൽനാടൻ മുൻപിൽ തന്നെയാണ്. ഒപ്പം തന്നെ തൃപ്പൂണിത്തറ KN ഉണ്ണികൃഷ്ണൻ CPMൻ്റെ പിന്നിലേക്ക് പോന്നിട്ടുണ്ട്. പല CPM കോട്ടകളും ഇപ്പോൾ തകർന്നടിയുന്ന കാഴ്ചയാണ് കാണാനായിട്ട് സാധിക്കുന്നത്. മന്ത്രിമാരടക്കം ഏറ്റവും പിന്നിലേക്ക് പോകുന്ന ഒരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി അടക്കം മത്സരിച്ചിട്ടുള്ള മണ്ഡലമടക്കം പിന്നിലേക്ക് അദ്ദേഹം പോകുന്ന ഒരു കാഴ്ചയാണ് കാണാനായിട്ട് സാധിക്കുന്നത് ഈ ഒരു നിമിഷത്ത്.